എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് അംബ്രല കട്ട് കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ ഇത് ഹാഫ് സർക്കിൾ കുർത്തിയാണ്. ഇതിൻ്റെ ലൈനിങ് ഇതാണ് ഇതിൻ്റെ മെയിൻ ക്ലോത്ത്. ഇത് ഫ്രണ്ടിലൊരു ഡിസൈൻ വയ്ക്കണം, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ലൈനിങ്ങിൽ തുണിയുള്ളത് 3 മീറ്റർ ആണ്, മെയിൻ ക്ലോത്തിൽ 3 മീറ്റർ ആണ്. ഇത് നമ്മൾ ഹാഫ് സർക്കിളാണ് തയ്ക്കുന്നത്. ഫുൾ സർക്കിൾ കുർത്തിയാണ് തയ്ക്കുന്നതെങ്കിൽ 4.5 മീറ്റർ 5 മീറ്റർ എല്ലാം തുണി വേണ്ടി വരും. അപ്പോൾ ഈ തുണിയുടെ വീതി വന്നിട്ട് 42 ഇഞ്ചാണ്. ആദ്യം നമുക്കിതിൻ്റെ യോക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ 2 കരഭാഗവും കൂടെ ചേർത്തിടുക. ഇവിടെ നമ്മൾ ബാക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ബാക്കിൽ സിബാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 1 ഇഞ്ച് വീതിയിലൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇത് സിബ് വയ്ക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഒന്ന് സ്ട്രൈറ്റ് ആക്കി എടുക്കാം. ഇതിൻ്റെ ഇറക്കം 13 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ട് 14 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഷോൾഡർ 13 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് താഴേക്ക് വരച്ചെടുക്കാം. ആം ഹോള് 6 തന്നെ മാർക്ക് ചെയ്യാം. ജസ്റ്റ് നമുക്ക് റെഡി വേണ്ടത് 9 ഇഞ്ചാണ്. 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഒരു 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക്. വേസ്റ്റ് വേണ്ടത് 28 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 7 ഇഞ്ച് 1.5 ഇഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതേപോലെ വരച്ചെടുക്കുക. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആം ഹോൾ വരയ്ക്കാം. ഇതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ്. അതേപോലെ ഇറക്കം 3.5 ഇഞ്ചാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്ക്വയർ ആക്കിയിട്ട് റൗണ്ട് നെക്ക് വരയ്ക്കാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് വരച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിങ്ങനെ തിരിച്ചിട്ടിട്ട് ഇതുപോലെ ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ഒപ്പം വെച്ചിട്ട് ട്രേസ് ചെയ്തെടുക്കുക. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, അത് ലാസ്റ്റ് കട്ട് ചെയ്യാം. ഇവിടെ ഒന്ന് 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം. ഇനി ഇതിൽ ഇവിടെ ഒരു ഡിസൈൻ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ കട്ട് ചെയ്യാം. അതായത് ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്യാം. ജസ്റ്റ് ഇതൊന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ നെക്ക് പറഞ്ഞത് 3 ഇഞ്ചാണ്, ഷോൾഡർ 6.5 അപ്പോൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങോട്ട് ഇറക്കം വന്നിട്ട് ഒരു 11.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ വന്നിട്ട് 5 ഇഞ്ച് ഉണ്ട്. ഇവിടെ ഒരു 5.5 ഇഞ്ച് കൊടുക്കുക. ഇതിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ റൗണ്ട് ആക്കി കൊടുക്കുക. ഇവിടെ ഒന്ന് ഉള്ളിലേക്ക് ചെറിയ ഷേപ്പ് കൊടുക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് ഈ തുണിയിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനൊപ്പം കട്ട് ചെയ്തെടുക്കാം.
ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ ബോട്ടം കട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വേസ്റ്റ് വന്നിട്ട് 28 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 7 ഇഞ്ച്, 7ഉം 1 ഇഞ്ച് തയ്യത്തുമ്പും കൂടെ ചേർത്തിടാം. 8 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ചാണ് നമ്മൾ തയ്യത്തുമ്പ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്ന് ചെറിയൊരു വലിവ് വരും. ഇനി ഇവിടെ അളന്ന് നോക്കുക 12 ഇഞ്ച്. ആ 12 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇത് അല്പം കൂടുതൽ വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് ഇടാം. ഇനി വന്നിട്ട് ഇതിൻ്റെ ഇറക്കം 45 ഇഞ്ചാണ്. അപ്പോൾ ഇതിൽ 13 ഇഞ്ച് നമുക്ക് യോക്ക് കിട്ടും. അപ്പോൾ ഈ തയ്യത്തുമ്പിൽ 13 ഇഞ്ച് വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഈ 45 ഇഞ്ചിൽ 45 ഇഞ്ചിന് 1 ഇഞ്ച് കുറവ് മതി. 44 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ കോർണറിന് ഇവിടേക്ക് എത്ര അകലുണ്ട് നോക്കുക. ഇപ്പോൾ വന്നിട്ട് 43 ഇഞ്ച് വരുന്നുണ്ട്. ഈ 43 ഇഞ്ച് ഇതേപോലെ റൗണ്ടിൽ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ 43 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ഇവിടെയും കട്ട് ചെയ്യാം. ഇനി ഇത് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ഇവിടെ ബാക്ക് കട്ട് ചെയ്യാം. ബാക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ വയ്ക്കുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഫ്രണ്ടും മെയിൻ ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടം കൂടെ കട്ട് ചെയ്തെടുക്കാം. ബോട്ടം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലൈനിങ്ങിൽ 1 ഇഞ്ച് കുറവാണ് ഇട്ടത്. അപ്പോൾ ആ 1 ഇഞ്ച് ഇവിടെ കൂടുതലിടുക. ഇനി ഈ ഭാഗത്ത് നിന്ന് നമുക്കതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. സ്ലീവ് ആം ഹോൾ വേണ്ടത് 7.25 ഇഞ്ചാണ്. അതായത് 15 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പാതി 7.25 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 1.5 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കുക. അതിനുശേഷം അതേപോലെ ഷേപ്പ് മാർക്ക് ചെയ്തെടുക്കുക. ഒരു 1/2 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക. ഇറക്കം 21 ഇഞ്ചാണ്. 1 ഇഞ്ച് മടക്കിയടിക്കാനും കൊടുക്കുക. സ്ലീവ് റൗണ്ട് 3.5 ഇഞ്ച്, 1.5 ഇഞ്ച് തയ്യത്തുമ്പ് കൊടുക്കുക. ഇനി സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇനി സ്റ്റിച്ചിങ് നോക്കാം. ആദ്യം ഇതിൻ്റെ യോക്ക് തയ്ക്കാം. ഇത് ലൈനിങ്ങും ഈ മെയിൻ ക്ലോത്തും കൂടെ വെച്ചിട്ട് ഒരു 1/4 ഇഞ്ചിൽ തയ്ച്ചെടുക്കുക. ഇതേപോലെ ലൈനിങ്ങും ഇതും കൂടെ ഒന്ന് ചേർത്ത് അടിക്കുക. അതിനുശേഷം ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇത് അടിമറിച്ചെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഇത് ലൈനിങ്ങും ഇതും കൂടെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരെ ഒരു തൈലിടുക. അതിനുശേഷം ഇതിൻ്റെ നല്ല വശത്ത് ഈ പീസും ഇതേപോലെ സെൻറ്റർ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരെ ഒന്ന് അടിക്കുക. ഈ 2 സൈഡും കറക്റ്റ് ചെയ്തിട്ട് അടിക്കുക. ഇതിൽ കഴുത്ത് വന്നിട്ട് നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കനം കുറഞ്ഞ തുണിയായതുകൊണ്ട് ക്യാൻവാസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ഫിനിഷിങ് വരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തുണിയിൽ തന്നെ കട്ട് ചെയ്ത് അടിച്ചാലും മതി. അപ്പോൾ ഇവിടെ ഒന്ന് മടക്കി അടിക്കാം. അപ്പോൾ ഇതേപോലെ സൈഡ് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഇതേപോലെ തന്നെ ഇവിടെ വെച്ചിട്ട് ഒന്ന് ഇതുവരെ തയ്ച്ചെടുക്കുക. അതിനുശേഷം സാധാരണ നെക്ക് തയ്ക്കുന്ന പോലെ തന്നെ ഈ എഡ്ജ് കൂടെ ഒരു തയ്യലിടുക.
ഇനി ഇവിടെ തയ്യത്തുമ്പ് നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇത് കൂടെ നൂല് മാറ്റിയതിന് ശേഷം ഇത് കൂടെ ഒരു തയ്യലിടുക. അതേപോലെ ഈ അഡ്ജ് കൂടെ ഒരു തയ്യലിട്ടിട്ട് ഇതിൽ ചേർത്ത് അടിക്കുക. ഇനി വന്നിട്ട് ഈ മെയിൻ ക്ലോത്തും ലൈനിങ്ങും കൂടെ ചേർത്ത് അടിക്കുക. അപ്പോൾ ഇതേപോലെ സൈഡ് ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് തയ്ക്കാം. ബാക്കിൽ സിബാണ് വയ്ക്കുന്നത്. ഇവിടെ നമ്മൾ അരഞ്ച് എക്സ്ട്രാ ഇട്ടായിരുന്നു. ഇതിങ്ങനെ വെച്ചിട്ട് ഈ അരഞ്ച് ഇതിലേക്ക് മടക്കിയിട്ട് ഒരു തയ്യലിടുക. അതിനുശേഷം ഈ ലൈനിങ്ങും മെയിൻ ക്ലോത്തും കൂടെ ഒന്ന് ചേർത്ത് അടിക്കുക. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ സിബ് ഈ ഇൻവെസിബിൾ സിബാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സിബ് വയ്ക്കുന്നത് നിറയെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് തയ്ച്ച് കാണിക്കാം. ഇനി ഇവിടെ ഒന്ന് ചേർത്ത് അടിക്കാം. എന്നിട്ട് ഈ അധികമുള്ള സിബ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അതേപോലെ ഈ ഭാഗം ഒന്ന് ഇതിനോട് ചേർത്തടിക്കാം. ഇനി ഫ്രണ്ടും ബാക്കും കൂടെ ചേർത്തടിക്കാം. ഇവിടെ ഇതേപോലെ ഒരു 4 ഇഞ്ച് തയ്യത്തുമ്പിട്ടിട്ട് അടിക്കുക. ഇവിടെ ഒന്ന് ഓവർലോക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതേപോലെ ഒരു 1.5 ഇഞ്ച് ക്രോസ് പീസ് എടുക്കുക. എന്നിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഈ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് ഇതേപോലെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് ഇതേപോലെ സെൻറ്ററിൽ നിന്ന് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ സ്ലീവ് രണ്ടും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ തയ്യത്തുമ്പ് നമ്മൾ ഈ ബോഡിയിലേക്ക് വെച്ചിട്ട് ഈ സൈഡിൽ കൂടെ ഒരു തയ്യലിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ഈ തയ്യത്തുമ്പ് പുറത്തേക്ക് കാണും. ഇനി നമുക്കിതിൻ്റെ ബോട്ടം തയ്ക്കാം. ഈ ലൈനിങ്ങിൻ്റെ അടിവശം നമുക്കൊന്ന് മടക്കി അടിക്കാം. അപ്പോൾ ഇതേപോലെ 4 ഇഞ്ച് വീതിയിൽ ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ ബോട്ടം അടിച്ചിട്ടുണ്ട്. ഇനി മെയിൻ ക്ലോത്തും ഈ ലൈനിങ്ങും കൂടെ വെച്ചിട്ട് ഈ വേസ്റ്റിൻ്റെ ഈ ഭാഗത്തൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഈ യോക്കും ബോട്ടവും കൂടെ ജോയിൻ ചെയ്തെടുക്കാം. ഇനി അടുത്ത സൈഡും അതേപോലെ തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ യോക്കും ബോട്ടവും കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് തയ്ക്കാം. സൈഡ് നമ്മൾ 1.5 ഇഞ്ച് തയ്യത്തുമ്പാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ വേസ്റ്റിൻ്റെ ഇതുവരെ 1.5 ഇഞ്ച് തന്നെ ഇടുക. ഇതേപോലെ കുറച്ചിട്ട് ഇവിടെ എത്തുമ്പോഴേക്കും ഒരു 1/2 ഇഞ്ച് തയ്യത്തുമ്പ് മതി. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടം അടിക്കാം. ബോട്ടം ഒരു സെൻറ്റിമീറ്റർ വീതി മതി. അപ്പോൾ ഇത് ബോട്ടം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടിമറിച്ചെടുക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക.